ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ഒരു പലസ്തീനി രാഷ്ട്രം ഉണ്ടാക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ വല്ലതും തീരുമാനിച്ചോ? അവർ ഒരു പ്രമേയം പാസ്സാക്കിയോ? ഒരു കോൺഫറൻസ് ഈ വരുന്ന ജൂണിൽ നടത്തുവാൻ അതിനെ മിക്ക രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റെസല്യൂഷൻ വല്ലതും പാസ്സാക്കിയോ? എങ്ങനെയാണ് അതെല്ലാം അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്റ്റഡ് ആയിരിക്കുന്നത്? ദാറ്റ്സ് കമ്മിങ് അപ്പ്. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഞാനിതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, UN എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോൾ ആയിരിക്കുന്നത് യുണൈറ്റഡ് നത്തിങ് എന്ന പോലെയായി. കാരണം അവർ മിക്ക വിഷയങ്ങളിലും കൊണ്ടുവരുന്ന സൊല്യൂഷനുകൾ സെൻസ്ലെസ് ആണ്. അതൊന്നും ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളെപ്പോലെയായി. ആൻഡ് ഏതെങ്കിലും റെസല്യൂഷൻ പ്രമേയത്തെപ്പറ്റി വോട്ടിംഗ് നടക്കുമ്പോൾ എത്ര രാജ്യങ്ങളാണോ അതിനെ അനുകൂലിക്കുന്നത്, അതിനെ എഗൻസ്റ്റായിട്ട് നിൽക്കുന്നത്, പിന്നെ ആ വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നത്, അതിൽ നിന്നെല്ലാം നമുക്കൊരു ഐഡിയ കിട്ടും ലോകത്തിൻ്റെ സ്ഥിതി എങ്ങനെയായി തീർന്നു എന്നുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ 3 2024 ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ഒരു റെസല്യൂഷൻ, ഒരു പ്രമേയത്തെ അഡോപ്റ്റ് ചെയ്തു. അതുപ്രകാരം ഒരു കോൺഫറൻസ് നടത്താൻ പോവുകയാണ്. ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട്, അതായത് ഒരു പലസ്തീനി രാജ്യത്തെ ഉണ്ടാക്കണം എന്ന കാര്യത്തെപ്പറ്റിയായിരുന്നു ആ ഒരു പ്രമേയം. ആൻഡ് അങ്ങനെ അവർക്ക് ഈ ഇസ്രയേൽ പലസ്തീൻ്റെ വിഷയം എന്നേക്കുമായിട്ട് സെറ്റിൽ ചെയ്യണമെന്ന് ഈ കോൺഫറൻസ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ജൂൺ 2025 ജൂൺ 2, 3, 4 എന്ന തീയതികളിലാണ്. എനിക്കറിയത്തില്ല ഇതെല്ലാം കേൾക്കുമ്പോൾ എത്രമാത്രം ആബ്സേർഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളത്. ബൈ ദ വേ, ഞാൻ ചില പ്രീവിയസ് സന്ദേശങ്ങളിൽ ഞാൻ ചില ഫാക്ട്സുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ ആ ദേശം യഹൂദർക്ക് അവകാശപ്പെട്ടത്, അവരുടെ ആ അവകാശവാദങ്ങൾ, യഹൂദരുടെ അവകാശവാദങ്ങൾ ശരിയാണ് എന്നുള്ള കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന സന്ദേശം. പിന്നെ മറ്റൊരു സന്ദേശം, എങ്ങനെയാണ് പലസ്തീനികളെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്ന ആ വാദങ്ങൾ, ആ ക്ലെയിംസ് ശരിക്കും വ്യാജമാകുന്നത് എന്നതിനെപ്പറ്റിയുള്ള സന്ദേശങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ ലോകവും ലോക സംഘടനകൾ, ഉദാഹരണത്തിന് ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ എങ്ങനെയാണ് ആ ദേശത്തെ ഇസ്രയേലിന് കൊടുത്തിരിക്കുന്നതെന്നും എങ്ങനെയാണ് ചരിത്രത്തിലുടനീളം പലസ്തീനി അറബ്സ് ആ 2 സ്റ്റേറ്റ് സൊല്യൂഷനെയൊക്കെ തള്ളിക്കളഞ്ഞത് എന്നുള്ളതിനെ പറ്റിയുള്ള എല്ലാം ഞാൻ ആ സന്ദേശങ്ങളിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവയുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ സ്റ്റഡിക്ക് അത് ഉപകാരപ്രദമാവും. അപ്പോൾ ആ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ നടപ്പിലാക്കിയാൽ കൂടുതൽ ഭീകരതയും കൂടുതൽ യുദ്ധങ്ങളും കൂടുതൽ മരണം, അത് ഇസ്രയേലിൻ്റെ ഭാഗത്തായാലും പലസ്തീനികൾ എന്ന് അവകാശപ്പെടുന്നവർ അവരുടെ ഭാഗത്തും കൂടുതൽ മരണങ്ങൾ ഉണ്ടാവും. ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഗാസയെ ഒന്ന് നോക്കി. 2005 ഇസ്രയേൽ ഗാസയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങ് പിൻവാങ്ങി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഹമാസോ പലസ്തീനികളോ അവരുടെ ദേശത്തെ ഡെവലപ്പ് ചെയ്തോ? ഇല്ല. ആയിരക്കണക്കിന് റോക്കറ്റുകൾ ദിനം പ്രതി ഗാസയിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഫയർ ചെയ്തു. ഇസ്രയേലിന് എന്നും ഒരു തലവേദനയായി തീരുകയായിരുന്നു. ഗാസയ്ക്കകത്ത് പലസ്തീനികളും ഹമാസും ടണലുകൾ ഉണ്ടാക്കി അവർക്ക് ലഭിച്ച സാമ്പത്തിക സഹായം, ആ ഫണ്ടെല്ലാം ഉപയോഗിച്ച് അവർ ടണലുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുമൊക്കെ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയാണ്? ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കണം. അതിനുവേണ്ടിയായിരുന്നു അവർ പ്രവർത്തിച്ചു വന്നത്. ആൻഡ് 2023 ഒക്ടോബർ 7 നാം കണ്ടതാണ് എന്തുമാത്രം ക്രൂരതയും ഭയാനകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഹമാസ് ഇസ്രയേലിന് മേൽ നടത്തിയെന്ന്. ഇമാജിൻ, അപ്രകാരമുള്ള കാര്യങ്ങൾ യഹൂദ്യ ശമറിയ എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിൽ നിന്ന് സംഭവിച്ചാലോ? ലോകം ആ പ്രദേശത്തെ വിളിക്കുന്നത് വെസ്റ്റ് ബാങ്ക് എന്ന, പക്ഷേ ബൈബിൾ പ്രകാരം ആ ദേശത്തിൻ്റെ യഥാർത്ഥ പേര് യഹൂദ്യ ശമരിയ. അത് ഗാസയെക്കാട്ടിലും വലുതായിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ സംഭവിച്ചാൽ, അതായത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ നടപ്പിലാക്കിയാൽ 7 ലക്ഷത്തിൽ പരം യഹൂദരെ ആ യഹൂദ്യ ശമരിയ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വരും. ഗാസ സ്ട്രിപ്പിൽ നിന്ന് 2005 ഒഴിപ്പിച്ചത് വെറും 8,000 പേര് മാത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നടന്നാൽ നേരിടാൻ പോകുന്ന ആ സാഹചര്യം വളരെ സീരിയസ് ആയിരിക്കും. അപ്പോൾ ഇനി ആ വോട്ടിങ്ങും ആ പ്രമേയം, ആ ഒരു കാര്യത്തെപ്പറ്റി നോക്കിയാൽ, ഡിസംബർ 3 2024 ഐക്യരാഷ്ട്ര സംഘടന പാസാക്കിയ ആ ഒരു റെസല്യൂഷൻ്റെ ടൈറ്റിൽ തന്നെ പീസ്ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഓഫ് പാലസ്റ്റൈൻ.
ശ്രദ്ധിക്കണം, അതിൽ ഹമാസോ, ഹെസ്ബുള്ളായോ, പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദോ, ഹൂതികളെ പറ്റിയോ ഇറാനെ പറ്റിയോ ഭീകരതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രയേലിൻ്റെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിനെ പറ്റിയും പരാമർശിച്ചിട്ടില്ല. ഹോസ്റ്റേജസ്, അതായത് ഇസ്രയേലിൽ നിന്ന് ഗാസയിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ പറ്റി പറഞ്ഞിട്ടില്ല. വയലൻസും പിന്നെ ഇസ്രയേലിൻ്റെ അകത്തേക്ക് ലോഞ്ച് ചെയ്യുന്ന റോക്കറ്റുകൾ, ഗാസയിൽ നിന്ന് വരുന്ന റോക്കറ്റുകളെ പറ്റിയോ അല്ലെങ്കിൽ ഒക്ടോബർ 7 ഇസ്രയേലിൻ്റെ മേൽ ഹമാസ് നടത്തിയ അധിനിവേശത്തെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ആകെപ്പാടെ പറഞ്ഞിട്ടുള്ളത് പലസ്തീൻ്റെ വിഷയത്തെ സമാധാനപരമായിട്ട് സെറ്റിൽ ചെയ്യണമെന്ന്. ആൻഡ് ആ ഒരു റെസല്യൂഷനെ പറ്റി പറയാൻ 157 രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു. 8 രാജ്യങ്ങളാണ് എതിർത്തത്. ഈ എതിർത്ത 8 രാജ്യങ്ങൾ എന്ന് പറയുന്നതാണ് ശരിക്കും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തവർ. അതായത് അർജൻറ്റീന, ഹംഗറി, ഇസ്രയേൽ, മൈക്രോനേഷ്യ, നൗറു, പലാവു, പപ്പുവ ന്യൂഗിനി, അമേരിക്ക. ഇവരാണ് ശരിക്കും ഇസ്രയേലിൻ്റെ സുഹൃത്തുക്കൾ. ആൻഡ് നമ്മുടെ രാജ്യം ഇന്ത്യ എന്ത് നിലപാടാണ് എടുത്തത്? ഇന്ത്യ ഇസ്രയേലിൻ്റെ താല്പര്യത്തിന് എതിരെയുള്ള നിലപാടാണ് അവർ വോട്ട് ചെയ്തത്. ഇന്ത്യ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ അനുകൂലിച്ചുകൊണ്ടുള്ള വോട്ടാണ് രേഖപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, എനിക്കൊന്ന് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റെ ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ വൈസായിട്ടുള്ള ജ്ഞാനത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കണം. പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ വിഷയത്തെ സംബന്ധിച്ചുള്ള ഇപ്രകാരമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇസ്രയേലിൻ്റെ റൈറ്റ് ടു എക്സിസ്റ്റ്, നിലനിൽക്കുവാനായിട്ടുള്ള അവകാശത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള തീരുമാനം വേണം നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിൻ്റെ ലീഡേഴ്സും എടുക്കണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. കാരണം ബൈബിൾ പറയുന്നത് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും, ഇസ്രയേലിൻ്റെ എതിരെ നിൽക്കുന്നവരെ ദൈവം ശപിക്കും. അതാണ് ഉൽപ്പത്തി 12:3 ദൈവം എബ്രഹാമിൻ്റെ സന്തതികൾക്കും കൊടുത്ത ഒരു വാഗ്ദത്തമാണ്. അത് ദൈവത്തിൻ്റെ വചനമാണ്, അതാർക്കും മാറ്റുവാൻ സാധിക്കില്ല. ഇനി തിരിച്ചു വന്നാൽ ആ റെസല്യൂഷൻ്റെ ആ ടെക്സ്റ്റിൻ്റെ ഒരു ഭാഗം വായിക്കുന്നത്, ഇസ്രയേൽ ദി ഒക്കുപ്പൈങ് പവർ മസ്റ്റ് കംപ്ലൈ വിത്ത് ഇൻ്റർനാഷണൽ ലോ. അതായത് ഇൻ്റർനാഷണൽ ലോയുമായിട്ട് ഇസ്രയേൽ സഹകരിക്കണമെന്ന്. അത് കേട്ടാൽ തോന്നും ഇസ്രയേൽ അതൊന്നും ചെയ്യുന്നില്ല. ആൻഡ് അതിലുൾപ്പെടും സകല സെറ്റിൽമെൻറ്റ് ആക്ടിവിറ്റികളും ഇസ്രയേൽ നിർത്തണം. പലസ്തീൻ ടെറിട്ടറി എന്ന് പറയുന്ന സ്ഥലത്തിൽ യഹൂദർ സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുള്ളതെല്ലാം ഒഴിപ്പിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ നിയമത്തിൽ ഒരു ടെക്സ്റ്റ് കണ്ടുപിടിക്കുവാൻ സാധിക്കുമോ? യഹൂദിയം ശമരിയയ്ക്കകത്തും ഇസ്രയേലിന് യഹൂദ കമ്മ്യൂണിറ്റികൾ അല്ലെ സമൂഹങ്ങൾ, വീടുകൾ പണിയരുത് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് ഇൻ്റർനാഷണൽ ലോയിൽ കാണുവാൻ സാധിക്കുമോ? ഇല്ല. ഇൻ്റർനാഷണൽ ലോയും അതായത് നിയമവും സംഘടനകൾ, ഉദാഹരണത്തിന് ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ എന്താണ് ഇസ്രയേലിനെ പറ്റിയും ആ ദേശത്തെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുവാനാണ് ഞാൻ എൻകറേജ് ചെയ്ത് ആ സന്ദേശങ്ങൾ നിങ്ങൾ കാണണം. അതിൻ്റെ ആ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാവും. അപ്പം ചിലർ പറയുമായിരിക്കും ഇൻ്റർനാഷണൽ കോടതിയും ഐക്യരാഷ്ട്ര സംഘടനയും യൂറോപ്യൻ യൂണിയനും അവരുടെ നിലപാടും ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ലോയും ഇല്ല ഇസ്രയേലിനെ വിലക്കുന്നത്. അതായത് യഹൂദിയം ശമരിയ എന്ന സ്ഥലങ്ങളിൽ യഹൂദ കമ്മ്യൂണിറ്റികൾ ബിൽഡ് ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻ്റർനാഷണൽ നിയമവും ഇല്ല. അപ്പോൾ ഇത് UN ജനറൽ അസംബ്ലി ആയിരുന്നു. അത് ഒരു പബ്ലിക് ഒപ്പീനിയൻ്റെ ഒരു കോടതി പോലെ. അവിടെ രാജ്യങ്ങൾ വോട്ട് ചെയ്യുമെങ്കിലും, അതായത് പ്രത്യേകിച്ച് 157 രാജ്യങ്ങളാണ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, ലോകത്തിൻ്റെ സ്ഥിതി, ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇൻ്റർനാഷണൽ ലോയും നിയമങ്ങളുടെയും എല്ലാം വെളിച്ചത്തിൽ ഈ ജനറൽ അസംബ്ലി പറയുന്നതിന് വലിയ വെയിറ്റേജ് ഇല്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ പറയുന്നത് അല്ലെങ്കിൽ അവർ പാസ്സാക്കുന്നത് ചിലപ്പോൾ, എല്ലായ്പ്പോഴുമല്ല, ചിലപ്പോൾ കൂടുതൽ വെയിറ്റേജ് വരും. അപ്പോൾ ഇത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി പാസ്സാക്കിയ റെസല്യൂഷനുകളായിരുന്നു. അവർ 2 റെസല്യൂഷനും കൂടെ പാസ്സാക്കി. ഒന്ന് ആവശ്യപ്പെട്ടത് ഇസ്രയേൽ ഗോലാൻ കുന്നുകളിൽ നിന്ന് പിന്മാറണമെന്ന്. അത് അബ്സല്യൂട്ട്ലി ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഇതിനു മുമ്പും പങ്കുവച്ചിട്ടുള്ളതാണ്. 1967 ആ 6 ഡേ വാറിൽ ഈജിപ്തും സിറിയയും ജോർഡാനും കൂടെ ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ വന്നപ്പോൾ പ്രതിരോധത്തിനു വേണ്ടി ഇസ്രയേൽ യുദ്ധം ചെയ്യുകയായിരുന്നു. ഡിഫെൻസീവ് വാറാണ് ഇസ്രയേൽ എടുത്തത്. ആ യുദ്ധത്തിൽ സിറിയയുടെ കൈവശത്തിൽ നിന്ന് ഇസ്രയേൽ ഗോലാൻ കുന്നുകളെ പിടിച്ചെടുത്തു. ഇൻ്റർനാഷണൽ നിയമം
ഇസ്രയേലിനാണ് ആ ദേശം, അതായത് ഗോലാൻ കുന്നുകൾ കൈവശം വെക്കുവാൻ അധികാരം കൊടുത്തിരിക്കുന്നത്. ഗോലാൻ കുന്നുകളെന്ന് പറയുന്നത് തന്നെ ഇസ്രയേലിൻ്റെ സോവറിൻ ടെറിട്ടറിയാണ്. പിന്നെ മറ്റൊരു റെസല്യൂഷൻ, മൂന്നാമത്തെ റെസല്യൂഷൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി പാസ്സാക്കിയത് UN ഡിവിഷൻ ഫോർ പലസ്തീനിയൻ റൈറ്റ്സിന് കൂടുതൽ റിസോഴ്സസ്, കൂടുതൽ സഹായം കൊടുക്കുക. എന്തായിരുന്നു ഐക്യരാഷ്ട്ര സംഘടന പലസ്തീനികൾക്ക് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്? ഞാനിതിനു മുമ്പ് യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും പങ്കുവച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് വർഷങ്ങളായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ വർക്കേഴ്സ് അവർ ഭീകരതയെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു. അവരുടെ വർക്കേഴ്സ് ഒരു വശത്ത് ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും പ്രവർത്തിക്കും, മറുവശത്ത് ഹമാസിന് വേണ്ടിയും പ്രവർത്തിക്കും. എങ്ങനെയാണ് അവരുടെ വർക്കേഴ്സ് UN സ്കൂൾസിൽ അവർ കരിക്കുലം എഴുതുകയാണ്. ആ കരിക്കുലത്തിൽ അവർ വയലൻസിനെയും ഇസ്രയേലിൻ്റെ എതിരെ നടത്തുന്ന ഭീകരതയും മഹത്വീകരിക്കുന്ന രീതിയിലാണ് അവർ ആ കരിക്കുലത്തെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ UN ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ കൂടുതൽ റിസോഴ്സസിനെ നൽകി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ നല്ലത് പ്രവർത്തിക്കുവാനും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കേണ്ടതിനും വേണ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രവർത്തിക്കേണ്ടത്. ഇനിയും അവർ മുന്നോട്ട് വെച്ച ആ പ്രധാനപ്പെട്ട റെസല്യൂഷൻ, അതിനെപ്പറ്റിയാണല്ലോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ആ ടെക്സ്റ്റിൽ നിന്ന് തന്നെ വായിക്കുകയാണ്. The General Assembly today emphasized that a two-state solution remains the only path to lasting peace in the Middle East, adopting 3 resolutions to advance this goal, with speakers overwhelmingly urging a Gaza ceasefire and pressing Israel to permit food and aid deliveries into the enclave ahead of the cold winter months. 2 കാര്യങ്ങളാണ് അവർ അന്ന് മുന്നോട്ട് വെച്ചത്. ഒന്ന്, ഒരു ഗാസ സീസ് ഫയർ, വെടിനിർത്തൽ. അവർ അപ്പോൾ തന്നെ ഹമാസിനോട് ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? അവർ ഹമാസിനോട് കീഴടങ്ങണമെന്നും അവരുടെ ആയുധങ്ങൾ താത്തുവെക്കണമെന്നും എന്ന് ഹമാസിനോട് അവർ ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. ഇസ്രയേൽ ഉടനീളം സീസ് ഫയറിന് തയ്യാറായിരുന്നു. പക്ഷേ ഹമാസ് ആയിരുന്നു ഇത്രയും നാളും സീസ് ഫയർ, അതായത് വെടിനിർത്തലിന് എതിരെ നിന്നത്. അപ്പോൾ ഈ ഒരു റെസല്യൂഷൻ എന്ന് പറയുന്നത് ഇസ്രയേലിന് വിരുദ്ധമായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. കാരണം ഇസ്രയേൽ ഗാസയ്ക്കകത്ത് ജയിച്ചുകൊണ്ടിരിക്കുക. ഇനിയും ഭക്ഷണവും എയ്ഡ് ഡെലിവറിയും ഗാസയ്ക്കകത്തോട്ട് അയക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അതുപോലും റിഡിക്കുലസ് ആണ്. ഞാൻ ടെലഗ്രാം ചാനലിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇസ്രയേൽ ഗാസയ്ക്കകത്തോട്ട് സഹായം അയക്കുന്നത്. ആ ഫുഡും എയ്ഡ് ട്രക്സിനെയും ഒക്കെ ഗാസയ്ക്കകത്തോട്ടും പുറത്തോട്ടുമൊക്കെ പോകുന്നതെന്നും ഇസ്രയേൽ ഓരോ ദിവസവും ഓരോരോ വ്യക്തിക്ക് 3500 കാലറി വരുന്ന രീതിയിലുള്ള അളവിലാണ് ഭക്ഷണവും വെള്ളവും എല്ലാം ഗാസയ്ക്കകത്തോട്ട് അയച്ചുകൊണ്ടിരുന്നത്. ഇത്രയും നാളും ഗാസയ്ക്കകത്ത് ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. ഞാൻ അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ വീഡിയോ ക്ലിപ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഹമാസ് ആ 8 ട്രക്കുകളെ മോഷ്ടിക്കുന്നതെന്നും എങ്ങനെയാണ് അത് നിമിത്തം പലസ്തീനികൾക്ക് ഭക്ഷണവും സഹായവും ഇല്ലാതെ ഇരിക്കുന്നതെന്നും. പിന്നെ ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലസ്തീനികൾ ആ ട്രക്കുകളിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുക്കാൻ നോക്കുമ്പോൾ ഹമാസ് അവരെ പിടിച്ച് അവരെ ഉപദ്രവിക്കുകയും അടിക്കുകയും ചില സന്ദർഭങ്ങളിൽ കൊന്നുകളഞ്ഞിട്ടും വരെയുണ്ട്. അതുകൊണ്ട് അതെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് ഈ സന്ദേശത്തിൻ്റെ അവസാനം ഇൻസ്ട്രക്ഷൻസും നൽകുന്നതായിരിക്കും. അപ്പോൾ ഗാസയ്ക്കകത്ത് സംഭവിക്കുന്ന ഇതാണ്: ഇസ്രയേൽ സഹായം അയക്കും, അതിനെ ഹമാസ് മോഷ്ടിച്ചുകൊണ്ട് പോവും. ഏതെങ്കിലും പലസ്തീനികൾ അത് എടുക്കുവാൻ നോക്കിയാൽ അവരെ ഹമാസ് പിടിക്കുകയും ഉപദ്രവിക്കുകയും ചിലപ്പോൾ കൊല്ലുകയും ചെയ്യും. ഈ അസംബ്ലി പ്രസിഡന്റ് ഫൈലമോൻ യാങ് പറഞ്ഞത്, പീസും സെക്യൂരിറ്റി, അതായത് സമാധാനവും സുരക്ഷയും എത്ര നാളാണോ ഇസ്രയേൽ അവിടെ ഒക്കുപ്പൈ ചെയ്യുന്നത് അത്രയും നാളും കൈവരിക്കുവാൻ സാധിക്കില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇസ്രയേലിനെയാണ്. ഇസ്രയേലാണ് വയലൻസും പിന്നെ അവിടുത്തെ ബുദ്ധിമുട്ടിനും എല്ലാം കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഇതോടെ പറഞ്ഞു, നാം എല്ലാം ഇപ്പോൾ തന്നെ അവസാനിപ്പിച്ച് ഉടൻ തന്നെ ഒരു വെടിനിർത്തൽ, ഒരു സീസ് ഫയർ കൊണ്ടുവരണമെന്ന്. അപ്പോൾ താൻ പറഞ്ഞതിൻ്റെ സത്ത്, ഇസ്രയേലെ ഈ ഭീകരരെ ഇല്ലാതാക്കുന്നത്, അതിപ്പോൾ ഹമാസ് ആയാലും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ആണെങ്കിലും ഹെസ്ബുള്ള ആണെങ്കിലും അവരെ ഒന്നും ഇനിയും ഇല്ലാതാക്കരുത്. നിങ്ങൾ സ്വയം പ്രതിരോധിക്കുവാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ കൊന്നൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നൊരർത്ഥമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ 157 രാജ്യങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്തിരിക്കുക ഈ വരുന്ന ജൂൺ മാസം 2025 ജൂൺ മാസത്തിൽ ഈ കോൺഫറൻസ് നടത്തുവാൻ.
അത് ന്യൂയോർക്കിൽ നടത്തുമ്പോൾ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഔട്ട്കം ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം. അതായത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കണം നടക്കേണ്ടത്. അത് എന്താണ് ചെയ്യേണ്ടത്? ഇസ്രയേൽ പലസ്തീൻ്റെ വിഷയത്തെ സെറ്റിൽ ചെയ്യുക, പിന്നെ ഒരു പലസ്തീനി രാഷ്ട്രം ഉണ്ടാക്കുക. അപ്പോൾ ഒരു ബൈബിൾ വായിക്കുന്ന, പ്രവചനമൊക്കെ പഠിക്കുന്ന ഒരു ദൈവപൈതൽ, രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കേൾക്കുമ്പോൾ എന്തെങ്കിലും ഫെമിലിയറായിട്ട് തോന്നുന്നുണ്ടോ? ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കണം. സെക്കറിയാവ് 12:3 പറയുന്നത് ദൈവം തന്നെ പറയുകയാണ്, അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. അപ്പോൾ അന്ത്യകാലത്ത് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, സ്ട്രോങ് ആൻറ്റിസെമിറ്റിസം ഉണ്ടാവും. യഹൂദരെ ശക്തമായി വെറുക്കുന്ന ഒരു സമയം വരും. ലോകരാജ്യങ്ങളെല്ലാവരും ജെറുസലേമിന് എതിരെ നിൽക്കും എന്ന ഒരു നിലപാട് എടുക്കും. 7 വർഷത്തെ ആ മഹോദരവ കാലയളവിൽ ഇസ്രയേൽ സമാധാനം കൈവരിക്കുവാനും അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുവാനും ഒക്കെ നോക്കും. അങ്ങനെയാണ് എതിർ ക്രിസ്തു മുന്നോട്ട് കൊണ്ടിരുന്ന ആ സമാധാന കരാർ, യഥാർത്ഥത്തിൽ വ്യാജ സമാധാനമാണ് അവൻ മുന്നോട്ട് കൊണ്ടിരുന്നത്. ആ ഒരു സമാധാന കരാറിൽ ഇസ്രയേൽ ഒപ്പുവെക്കും. എന്നിട്ട് ആ 7 വർഷത്തിൻ്റെ നടുവിൽ വെച്ചാണ് ഇസ്രയേലിന് മനസ്സിലാകുന്ന അവർ ചതിക്കപ്പെട്ടു. അതാണ് ദാനിയേൽ 9:27 നാം വായിക്കുന്നത്. എന്നിട്ടാണ് അവർ കുത്തിയവങ്കിലേക്ക്, യേശുവെങ്കിലേക്ക് അവർ നോക്കുന്നത്. അങ്ങനെയാണ് അവർ വിലപിക്കുവാൻ പോകുന്നത്. അതാണ് സെക്കറിയാ പ്രവാചകന്റെ പുസ്തകം 12-ാം 10-ാമത്തെ വാക്യത്തിലും പറയുന്നത്. അപ്പോൾ രാജ്യങ്ങൾ ഇപ്രകാരമുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ, അതായത് ഇസ്രയേലിൻ്റെ ദേശം വിട്ടുകൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. യേശുവിൻ്റെ ഉൽപ്രാവണത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ, ആ റാപ്ചർ ഏറ്റവും അടുത്ത് വരികയാണ്. യെസ്, ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, 7 വർഷത്തെ മഹോദരവ കാലത്തിന് മുമ്പ് തന്നെ യേശു കർത്താവ് തൻ്റെ സത്യസഭയെ മധ്യാകാശത്തിൽ വന്നങ്ങ് ചേർക്കും. അതിനെപ്പറ്റിയാണ് നാം 1 തെസ്സലോനിക്കർ 4-ാം 16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. നിങ്ങൾക്ക് റാപ്ചറിനെ പറ്റി, ഉൽപ്രാവണത്തെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിക്കണം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ സന്ദേശങ്ങളുടെ എല്ലാം ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ പഠനത്തിനായി ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം നാൾ സമയമില്ല. നിങ്ങളൊരു യഥാർത്ഥ ദൈവപൈതലാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ജീവിക്കുക. എന്നിട്ട് യേശുവിൻ്റെ ആ സുവിശേഷത്തിൻ്റെ സത്വർത്തമാനം മറ്റുള്ളവരോടും സ്നേഹത്തിൽ പങ്കുവെക്കുക. ഇതുവരെ യേശുവിന് വേണ്ടി ഒരു സമർപ്പണ തീരുമാനം എടുത്തില്ല എങ്കിൽ ആ ഒരു സമർപ്പണ തീരുമാനം ഇപ്പോൾ താങ്കളൊന്ന് എടുക്കുമോ? യേശുവിന് മാത്രമേ താങ്കളെ രക്ഷിക്കുവാനായിട്ടുള്ള കഴിവുള്ളൂ, ശക്തിയുള്ളൂ. അവിടുന്ന് ആ രക്ഷിക്കുന്ന പ്രവൃത്തി ക്രൂശിന്മേൽ താങ്കൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞിരിക്കുക. എന്ത് ചെയ്യണം അതിനുവേണ്ടി എന്നൊക്കെയുള്ളതിന് നിങ്ങളെ സഹായിക്കുവാനായിട്ടുള്ള സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ മുകളിൽ കാർഡ്സിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തേക്കാം. അത് കാണുക. അതിൽ പറയുന്നത് പോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എങ്ങനെയെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ നൽകുന്നതായിരിക്കും. ടേക്ക് കെയർ. പ്രാർത്ഥനയോടെ ഇരിക്കുക. ഗോഡ് ബ്ലെസ്. ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും. ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ്. ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക. തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജോയിൻ ചെയ്യുക. See you on Telegram. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.